നമസ്കാരം, എല്ലാവർക്കും ഡോക്ടർ കപ്പിൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ ഡോക്ടർ വിഷ്ണു വാസുദേവൻ, MBBS, MD, DM, എൻഡോക്രൈനോളജി DM ആണ് എനിക്കുള്ളത്. DM ഇൻ എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ ഹോർമോൺ സംബന്ധിയായ രോഗങ്ങളുടെ ഒരു വിഭാഗമാണ്. ഞാൻ MD എടുത്തിരിക്കുന്നത് ജനറൽ മെഡിസിനിലാണ്. അത് 3 വർഷത്തെ കോഴ്സാണ്. അതിനുശേഷമാണ് 3 വർഷം DM ഇൻ എൻഡോക്രൈനോളജി. അപ്പോൾ രോഗങ്ങളെ പറ്റിയും അതിൻ്റെ കാരണങ്ങളെ പറ്റിയുള്ള ഒരു വിശകലനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ വെച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സാധാരണ ഹോർമോൺ അസുഖങ്ങളെ പറ്റി നേരിട്ട് സംസാരിച്ചാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്ക്. അപ്പം അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയ്ക്ക് ആദ്യം എന്താണ് രോഗങ്ങളെന്നും അസുഖം വരിക എന്ന് പറഞ്ഞാൽ എന്താണെന്നും അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചതിന് ശേഷം നമുക്ക് ശരിയായ എൻഡോക്രൈനോളജി അസുഖങ്ങളെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ബെൽ ബട്ടണും അമർത്തിയാൽ ഇനി വരുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് രോഗങ്ങൾ? മെഡിസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രോഗങ്ങൾക്കുള്ള ചികിത്സ നിർദ്ദേശിക്കുന്ന എന്താണോ അതാണ് മെഡിസിൻ. അതായത് മെഡിസിൻ ഒരു ചികിത്സാ വിഭാഗം എന്നുള്ള നിലയ്ക്ക് മെഡിസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. അങ്ങനെ രോഗങ്ങൾക്കുള്ള ചികിത്സ നിർദ്ദേശിക്കലാണല്ലോ മെഡിസിൻ. അപ്പൊ എന്താണ് രോഗങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. രോഗങ്ങളെ ആദ്യം ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ അസുഖങ്ങളെ. അസുഖം അഥവാ ഡിസീസ് എന്ന് പറയുന്നത് ദാറ്റ് വിച്ച് ഈസ് നോട്ട് ഇൻ ഈസ്, അതായത് ഈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖമായിരിക്കാൻ പറ്റുന്നത്. ആ ഈസിലോ സുഖത്തിലോ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ വരുമ്പോഴാണ് അതിനെ ഡിസീസ് എന്ന് പറയുന്നത്, അതായത് അസുഖം. അപ്പോൾ നമുക്ക് സുഖമില്ലാത്ത എല്ലാ അവസ്ഥയും അസുഖമായിട്ട് കണക്കാക്കാം. അപ്പോൾ അതൊരു ബ്രോഡ് ഡെഫിനിഷനാണ്, വളരെ വിശാലമായ ഒരു ഡെഫിനിഷനാണ്. ഇതിനെല്ലാം ചികിത്സ നിർദ്ദേശിക്കുന്നത് എന്താണോ അത് മെഡിസിൻ്റെ വിഭാഗത്തിൽ വിടും. മരുന്നുകൾ മാത്രമല്ല മെഡിസിൻ. ചിലപ്പോൾ കൗൺസിലിങ്ങും ഒരു മെഡിസിൻ ആവാം. അല്ലെങ്കിൽ നമ്മൾ എന്താണ് അസുഖം എന്നുള്ള കാരണം പറഞ്ഞു കൊടുത്താൽ മാത്രം പല ആൾക്കാർക്കും അസുഖങ്ങൾ മാറും. എന്താണ് എന്നെ ബാധിച്ചിരിക്കുന്നത്, എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് ഈ ലക്ഷണങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് ഒരു സാന്ത്വന വാക്കോ തലോടലോ മാത്രം മതിയാവും അവരുടെ അസുഖങ്ങൾ ഭേദമാവാൻ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ രോഗങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി, എന്ത് കാരണം കൊണ്ട് രോഗങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി ചികിത്സിക്കുന്നത് മാത്രമാണ് ശരിയായ മെഡിസിൻ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തും ഡിസീസും വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള സ്റ്റേറ്റിൽ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് എനി ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഈസും ഡിസീസും ഇല്ലാത്ത ഒരു സാഹചര്യത്തിനാണ് നമ്മൾ കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതാണ് WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്യുന്ന ഹെൽത്തി സ്റ്റേറ്റ്. ഈ ഏതൊരു അസുഖവും ഈ 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെടും. നമുക്കിതിനെ ഷോർട്ടായിട്ട് സിക്ക് എന്ന് പറയാം. അതായത് എസ് എന്ന് പറഞ്ഞാൽ സിംറ്റംസ് മാത്രമുള്ളത്. സിക്ക് എന്നത് അതിൻ്റെ ഷോർട്ട് ഫോമാണ്, SICK. എസ് എന്ന് പറഞ്ഞാൽ സിംറ്റംസ് മാത്രമുള്ളത്, അതായത് ലക്ഷണങ്ങൾ മാത്രമുള്ളവ. ലക്ഷണങ്ങൾ ഉണ്ടാവും, നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നം കാണില്ല പേഷ്യന്റിന്, ടെസ്റ്റുകളിലൊന്നും കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പൊ ലക്ഷണങ്ങളുണ്ട്, അത് ശരിയായിട്ട് അസുഖമായിട്ട് തന്നെയാണ് രോഗിക്ക് തോന്നുക. അതൊരു അസുഖം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അത് വരുന്നത് മനസ്സിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ആങ്സൈറ്റി, അല്ലെങ്കിൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ സ്ട്രെസ്, ഇതെല്ലാം മൂലം വരുന്ന ലക്ഷണങ്ങളായിരിക്കും. അതിന് നമ്മൾ സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് പറയും. അതായത് സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സ്, സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ബോഡി, സോമ എന്ന് പറഞ്ഞാൽ ബോഡിയാണ്. സൈക്കോ സൊമാറ്റിക്, അതായത് മനസ്സിൽ നിന്നും ഉത്ഭവിച്ച് ശരീരത്തിൽ പ്രതിഫലിക്കുന്ന അസുഖങ്ങൾ, അതിനെയാണ് സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് പറയുക. അതായിരിക്കും ഒരു മെജോറിറ്റി അസുഖങ്ങൾ, അല്ലെങ്കിൽ ഒരു വാസ്റ്റ് മെജോറിറ്റി. നമ്മുടെ അടുത്ത് വരുന്ന പല പേഷ്യൻസിനും ഉണ്ടാകുന്നത് സൈക്കോസൊമാറ്റിക് ഇൽനെസ് ആയിരിക്കും. ഇത് മറ്റുള്ള രോഗങ്ങളിൽ നിന്നും തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ഡോക്ടർ ആവുന്നതിൻ്റെ ആദ്യത്തെ കടമ്പ. അപ്പോൾ ഇതിന് പലപ്പോഴും മിക്കപ്പോഴും അല്ലെങ്കിൽ ആവശ്യമേ ഉണ്ടാവില്ല മിക്കവാറും ചികിത്സ. ഒരു മരുന്നും കൊടുക്കാതെ അവരുടെ അസുഖം എന്ത് കാരണം കൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കി അവരെ സാന്ത്വനിപ്പിക്കുകയോ ചിലപ്പോൾ അവരുടെ സ്ട്രെസ്സിനോ ആങ്സൈറ്റിക്കോ മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുകയോ ചെയ്തെന്ന്
അത് മാത്രമാണ്. അതിൽ പ്രധാനം കൗൺസിലിങ്ങും ഈ ഒരു രോഗത്തിന്റെ കാരണം അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തലുമാണ്. പലപ്പോഴും രോഗിയെയും ബന്ധുക്കളെയും എല്ലാം ഇത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം വരും. അതിനാണ് സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് പറയാം. നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചികിത്സാ വിഭാഗങ്ങളും, അതായത് മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോമിയോപ്പതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാച്ചുറോപ്പതി ആയിക്കോട്ടെ, ഒരുപാട് ചികിത്സാ വിഭാഗങ്ങൾ വളരെ സക്സസ്ഫുൾ ആയി ചികിത്സിക്കുന്ന ഒരു കണ്ടീഷൻസ് ആണ് ഈ സൈക്കോസൊമാറ്റിക് വിഭാഗത്തിൽ പെടുന്നത്. കാരണം ഇതിന് ശരിയായ ഒരു മെഡിസിൻ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സാന്ത്വനിപ്പിക്കുന്ന രോഗി ഡോക്ടർ ബന്ധം മാത്രം മതിയാവും പല അസുഖങ്ങളും മാറാൻ. സൈക്കോസൊമാറ്റിക് വിഭാഗത്തിൽ പെടുന്നവ അതാണ് എസ്. ഇനി ഐ എന്ന് പറഞ്ഞാൽ ഇൽനെസ് മൈനർ. മൈനർ ഇൽനെസ്, തനിയെ മാറുന്ന അസുഖങ്ങൾ. പലപ്പോഴും ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, പല ഇൻഫെക്ഷൻസും. ഈ ന്യൂമോണിയ പോലും നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്തില്ലെങ്കിലും പല ആൾക്കാർക്ക് ന്യൂമോണിയ തനിയെ മാറും. അപ്പോൾ ഇൻഫെക്ഷൻസ് പലതും നമ്മുടെ ശരീരം തനിയെ മാറ്റാൻ കഴിവുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് പല ഇൻഫെക്ഷൻസിനെയും പൂർണ്ണമായും മാറ്റാനുള്ള കഴിവുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൊണ്ട് തന്നെ, നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൊണ്ട് തന്നെ പല ഇൽനെസ്സുകളും ഇൻഫെക്ഷൻസും പൂർണ്ണമായും മാറും. ഇപ്പോൾ തനിയെ മാറുന്നതോ മൈനർ ഇൽനെസ്സോ ആണ് രണ്ടാമത്തെ കാറ്റഗറി. അപ്പോൾ എസുമായി പിന്നെ ഐയുമായി. പിന്നെ മൂന്നാമത്തേതാണ് ക്രോണിക് ഇൽനെസ്. ക്രോണിക് ഇൽനെസ് എന്ന് പറഞ്ഞാൽ, ക്രോണിക് എന്ന വാക്കിന് രണ്ട് അർത്ഥം, അക്യൂട്ടുമുണ്ട് ക്രോണിക്കുമുണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നവ, ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറെ കാലം നീണ്ടു നിൽക്കുന്നവ. അതാണ് ഈ അക്യൂട്ടും ക്രോണിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ക്രോണിക് ഇൽനെസ്സിൽ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഉദാഹരണത്തിന് തലവേദന, മൈഗ്രെയിൻ, വിട്ടുമാറാത്തത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ജീവൻ അപകടം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ആയുസ് കുറയ്ക്കുന്നതോ ആയിരിക്കില്ല ഈ അസുഖങ്ങളൊന്നും. ഉദാഹരണത്തിന് വെരിക്കോസ് വെയിൻ. വെരിക്കോസ് വെയിൻ നമ്മൾ ചികിത്സിച്ചാലും ചികിത്സിച്ചില്ലെങ്കിലും അതങ്ങനെ തന്നെ നിന്നാലും രോഗിക്ക് മരണം പോലെയുള്ള അല്ലെങ്കിൽ ആയുസ്സിന് കുറവ് വരികയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം ഉണ്ടാവുകയോ ചെയ്യില്ല. അങ്ങനത്തെ അസുഖങ്ങളാണ് ഈ ക്രോണിക് ഇൽനെസ്സിൽ പെടുന്നത്. ഉദാഹരണങ്ങൾ നമുക്ക് ഇനി സംസാരിക്കാം. ഇനി നാലാമത്തെ കാറ്റഗറിയാണ് ആയുസ് കുറയ്ക്കുന്നവ. ആയുസ് കുറയ്ക്കുന്നവയാണ് ലൈഫ് ത്രെറ്റനിങ് ഇൽനെസ്. ഇതാണ് മെജോറിറ്റി അസുഖങ്ങളും മോഡേൺ മെഡിസിൻ ചികിത്സിക്കുന്നത്. അതായത് ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പ്രമേഹം, ഇത്തരം അസുഖങ്ങളെല്ലാം ചികിത്സിച്ചില്ലെങ്കിൽ പലപ്പോഴും ഇതിന് ലക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഹൈപ്പർ ടെൻഷൻ, BP കൂടുന്നത്, ഇത് നമ്മൾ നോക്കുമ്പോൾ മാത്രം കാണുന്ന ഒരിതാണ്, ലക്ഷണങ്ങൾ ഉണ്ടാവില്ല അതിന്. ഇങ്ങനത്തെ അസുഖങ്ങളെല്ലാം പക്ഷേ ആയുസ് കുറയ്ക്കുന്നവയാണ്. അതായത് മരുന്ന് കഴിച്ചില്ലെങ്കിലും ചികിത്സിച്ചില്ലെങ്കിലും അവരുടെ ആയുസ് കുറയുന്നു എന്ന് കണ്ടെത്തപ്പെട്ടിട്ടുള്ള പഠനങ്ങളിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ള അസുഖങ്ങളാണ് ഇതെല്ലാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറി. അപ്പോൾ ആദ്യത്തെ 3 കാറ്റഗറിയിൽ പെടുന്ന അസുഖങ്ങൾ പലപ്പോഴും ചികിത്സ ആവശ്യമില്ലാത്തോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കുന്ന സാന്ത്വന ചികിത്സ പോലെയുള്ള കാര്യങ്ങൾ മതിയാവും ഈ ആദ്യത്തെ 3 കാറ്റഗറിക്ക്. SIC, അതായത് സിംറ്റംസ് ഓൺലി, ഇൽനെസ് മൈനർ ആൻഡ് ക്രോണിക് ഇൽനെസ്. ഈ K എന്ന് പറയുന്നതാണ് കില്ലർ ഡിസീസസ്. അതാണ് സിക്കിന്റെ K. കില്ലർ ഡിസീസ് ആണ് ഈ ലൈഫ് ത്രെറ്റനിങ് അല്ലെങ്കിൽ ആയുസ് കുറയ്ക്കുന്ന അസുഖങ്ങൾ. അപ്പൊ ഈ ഒരു നമുക്ക് വരുന്ന അസുഖം ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് ഈ 4 കാറ്റഗറിയേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും. അത് ഏതാണെന്ന് മനസ്സിലാക്കാൻ ആദ്യമായിട്ട് ഒരു ഡോക്ടറെ സഹായം തേടുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടോ വായിച്ചിട്ടോ ഗൂഗിളിൽ മനസ്സിലാക്കിയിട്ടോ ഗൂഗിളിൽ ചോദിച്ചിട്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ചോദിച്ചിട്ടോ സിംറ്റംസ് നമുക്ക് ഇതുമായിട്ട് മാച്ച് ചെയ്യും. ചിലപ്പോൾ സിംറ്റംസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ കണ്ടീഷനാണ് പാനിക് അറ്റാക്ക്. പാനിക് അറ്റാക്ക് നമുക്ക് ഭയങ്കരമായ ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉപബോധം മനസ്സിലായിരിക്കും ചിലപ്പോൾ ഈ സ്ട്രെസ്സോ ടെൻഷനോ ഉണ്ടാവുക. അത് കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അതായത് ശ്വാസം മുട്ട് അനുഭവപ്പെടുക, നെഞ്ചിൻ്റെ ഉള്ളിൽ എന്തോ വെയിറ്റ് എടുത്തു വെച്ച മാതിരി തോന്നുക, ഭയങ്കരമായിട്ട് വിയർക്കുക, അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് ഭയങ്കരമായി കൂടുക, കൈ പറയുന്ന പോലെ തോന്നുക, തല ചുറ്റല്, BP കൂടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും ഈ പാനിക് അറ്റാക്കിൽ. ഏകദേശം ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ തോന്നും പാനിക് അറ്റാക്ക്. അനുഭവിക്കുന്ന ആൾക്ക് ശരിക്കും ഒരു ഹാർട്ട് അറ്റാക്കും വന്ന പോലെ തന്നെ. ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. ഈ ലക്ഷണം വെച്ചിട്ട് നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റില്ല എന്നർത്ഥം. നമ്മൾ പോയി ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ മിക്കപ്പോഴും പാനിക് അറ്റാക്ക് ആയിരുന്നോ അതോ ഹാർട്ട് അറ്റാക്ക് ആണെന്നോ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
അതേപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ് ഫെയിൻറ്റിങ് സ്പെൽ, അതായത് തല ചുറ്റി വീഴുക. അപ്പൊ നമ്മൾ ചില ആൾക്കാർ ഭയങ്കരമായി പേടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇവൻ രക്തം കണ്ടാൽ, നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മുറിച്ച് രക്തം ഇറങ്ങുമ്പോൾ ചില ആൾക്കാർ ബാക്കിലോട്ട് മറിഞ്ഞു വീഴും. ഫെയിൻറ്റിങ് സ്പെൽ, ഭയങ്കരമായി ഛർദ്ദിക്കാൻ വരിക, അല്ലെങ്കിൽ കണ്ണിനുള്ളിൽ ഇരുട്ട് കയറുന്ന പോലെ, ചെവിയിലൊരു മൂളക്കം പോലെ കേൾക്കുക, അല്ലെങ്കിൽ വിളറി വെളുക്കുക, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ, ആകെ മുഖമൊക്കെ ചൂടായമായിട്ട് തോന്നുക, അല്ലെങ്കിൽ നമ്മൾ ഒരു തലചുറ്റൽ, ഇതൊക്കെ തന്നെയാണ് ഹൈൻലി നമ്മളൊരു മറിഞ്ഞു വീഴുന്ന എപ്പിസോഡ്, അതായത് ഫെയിൻറ്റിങ് സ്പെല്ലിലേക്ക് പോകുന്നത്. ഈ ഫെയിൻറ്റിങ് സ്പെല്ലും ഒരു സൈക്കോസൊമാറ്റിക് കാരണം കൊണ്ട് വരുന്നതാണ് മിക്കപ്പോഴും. ഒരു ശരിയായിട്ടുള്ള അസുഖം കൊണ്ടല്ല, മറിച്ച് മനസ്സിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ശാരീരികമായിട്ടുള്ള അസുഖമാണ് ഫെയിൻറ്റിങ് സ്പെല്ലെല്ലാം. പിന്നെയുള്ള മൈനർ ഇൽനെസ്, ഇപ്പം നമ്മൾ എസ് എന്നുള്ള സൈക്കോസൊമാറ്റിക് കഴിഞ്ഞു, ഇനി മൈനർ ഇൽനെസ് ആണ്. മൈനർ ഇൽനെസ് ഇതെല്ലാം പെടും. വീണ് ചെറിയ മുറിവുണ്ടാവുക, ഇതിനൊക്കെ നമ്മൾ ചെറിയ ഓയിൻമെൻ്റ് ഒക്കെ തരട്ടും. ചിലപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി പല ആൾക്കാരും ഡോക്ടറെ അടുത്ത് എത്തും കൂടിയില്ല, പനിയെ മാറും, അല്ലെങ്കിൽ ചെറിയ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് മാറും. ഇതെല്ലാം മൈനർ ഇൽനെസ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുക. അതേപോലെ തന്നെ ക്രോണിക് ഇൽനെസ്, നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇത് പ്രധാനപ്പെട്ട ക്രോണിക് ഇൽനെസ് ആണ് ലോ ബാക്ക് പെയിൻ, അതായത് ബാക്ക് സൈഡിലെ വേദന, മുതുകിന് നട്ടലിന് വേദന. പലപ്പോഴും ഡിസ്കിൻ്റെ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി പലപ്പോഴും അത് നോൺ മെക്കാനിക്കലായിട്ടുള്ള ഡിസീസ് പ്രോസസ്സ് ഉണ്ടായിരിക്കാം. അതായത് ചിലപ്പോഴെല്ലാം അത് അങ്ങനത്തെ അസുഖങ്ങൾ കൊണ്ടും വരാം. പക്ഷെ മിക്കപ്പോഴും വെയിറ്റ് എടുക്കുന്നതുകൊണ്ടോ ഇരിക്കുന്ന പോസ്റ്റർ ശരിയാവാത്തതുകൊണ്ടോ ചില അങ്ങനത്തെ ഡീജനറേറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസിനെ കൊണ്ടെല്ലാം, അതായത് നമ്മളുടെ നട്ടലിൻ്റെ അസുഖങ്ങൾ കൊണ്ടും വരാം. പക്ഷെ മിക്കപ്പോഴും ലോ ബാക്ക് പെയിൻ ഉണ്ടാകുന്നത് ക്രോണിക് ആണ്. പ്രത്യേകിച്ച് കുറേ കാലം നീണ്ടു നിൽക്കുന്ന ബാക്ക് പെയിൻ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പോസ്റ്ററിൻ്റെ പ്രശ്നം കൊണ്ടോ അങ്ങനത്തെ കാരണങ്ങളുണ്ടായിരിക്കാം. അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി ആൾക്ക് വലിയ അപകടങ്ങളൊന്നും സംഭവിക്കില്ല. അതാണ് ക്രോണിക് ഇൽനെസ്. വേറൊരു പ്രധാനപ്പെട്ട ക്രോണിക് ഇൽനെസ് ആണ് മൈഗ്രെയിൻ തലവേദന. മൈഗ്രെയിൻ തലവേദന നമുക്ക് വരുന്ന ആൾക്കാർക്കറിയാം വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. തലചുറ്റലുണ്ടാവും, അല്ലെങ്കിൽ ഓറ എന്ന് പറയുന്ന കണ്ണില് വെളിച്ചം കാണുന്ന പോലത്തെ, അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നത്, ഇതെല്ലാം മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണങ്ങളാണ്. എന്നാൽ മൈഗ്രെയിൻ തലവേദന കാരണം ആരും മരണപ്പെടുകയോ ആയുസ് കുറയുകയോ ചെയ്യില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ക്രോണിക് ഇൽനെസ് ആണ്. ഇതിനൊന്നും ലക്ഷണത്തിനുള്ള ചികിത്സ കൊടുക്കാന്നല്ലാതെ അതുകൊണ്ട് ജീവൻ അപകടം ഉണ്ടാവില്ല. വെരിക്കോസ് വെയിൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖമാണ്. കാലില് ഞരമ്പ് തടിച്ചു നിൽക്കുന്നത്, അതുപോലെ ചോര തങ്ങി നിൽക്കുന്നത്, കളർ വ്യത്യാസം വരുന്നത്, കാലുകൾക്ക് മുറിവുകൾ ഉണങ്ങാതിരിക്കുന്നത്, ഇതെല്ലാം വെരിക്കോസ് വെയിൻ കൊണ്ടായിരിക്കാം. പക്ഷെ ഇത് ഭയങ്കര സിവിയർ ആയിട്ടുള്ളൊരു വെരിക്കോസ് വെയിൻ ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത്രയും സിവിയർ അല്ലാത്ത മൈനർ ആയിട്ടുള്ള കേസുകളാണ് കൂടുതൽ ഉണ്ടാവുക. ഇപ്പോൾ വെരിക്കോസ് വെയിൻ ഒരു ക്രോണിക് അസുഖമാണ്. പ്രത്യേകിച്ച് ചികിത്സ ചെയ്തില്ലെങ്കിൽ കൂടി ആൾക്ക് അപകടമൊന്നും ഉണ്ടാവില്ലാത്ത അസുഖം. ഇനി വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാറ്റഗറി, അതായത് ജീവൻ അപകടം ഉണ്ടാക്കുന്ന കില്ലിംഗ് ഡിസീസസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹാർട്ടിന്റെ അസുഖങ്ങൾ, സ്ട്രോക്ക്, ക്യാൻസർ, പ്രമേഹം, BP കൂടുന്നത്, ഇത്തരത്തിലുള്ള അസുഖങ്ങളല്ല, കിഡ്നി അസുഖം. ഇങ്ങനത്തെ അസുഖങ്ങളെല്ലാം ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ ജീവൻ അപകടം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇതിനൊന്നും നമ്മൾ ഒരു മോഡേൺ മെഡിസിൻ അല്ലാത്ത ചികിത്സ എടുക്കുന്നത് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ഇതെല്ലാം. ഹാർട്ട് അറ്റാക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, തലചുറ്റല്, ശ്വാസം മുട്ടൽ പോലെ തോന്നുക, മുഖം വിളറി വെളുക്കുക, ഛർദ്ദിക്കാൻ വരിക, ഈ ലക്ഷണങ്ങളൊക്കെ ഹാർട്ട് അറ്റാക്കിലും പാനിക് അറ്റാക്കിലും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ലക്ഷണങ്ങൾ വെച്ച് മാത്രം ഈ അസുഖം തിരിച്ചറിയാൻ പറ്റില്ല. പലപ്പോഴും ബ്ലഡ് ടെസ്റ്റുകളോ ECGയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിവരും ഹൃദയാഘാതമാണോ എന്ന് മനസ്സിലാക്കാൻ. ഇനി പ്രമേഹവും ഒരു പ്രധാനപ്പെട്ട ലൈഫ് ത്രെട്ടനിങ് അസുഖം തന്നെയാണ്. അതായത് ജീവൻ അപകടം ഉണ്ടാക്കുന്ന അസുഖമാണ്. പ്രമേഹ രോഗം പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ലക്ഷണങ്ങൾ പലപ്പോഴും ഉണ്ടാവില്ല. തുടക്കത്തിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ കൂടുതലാണെന്ന് കാണുന്നല്ലാതെ വേറെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ലക്ഷണങ്ങൾ ഇല്ലാന്ന് വെച്ച് ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രമേഹം നമ്മുടെ അവയവങ്ങളെ ബാധിക്കുകയും നമ്മളുടെ ആയുസ് കുറയ്ക്കുകയും അവയവങ്ങളുടെ ആയുസ് കുറയ്ക്കുകയും ഒക്കെ ചെയ്യും. ആളുടെ ആയുസ് കുറഞ്ഞില്ലെങ്കിൽ കൂടി അവയവങ്ങളുടെ ആയുസ് കുറഞ്ഞാൽ തന്നെ, അതായത് കണ്ണിന് അസുഖമോ കിഡ്നിക്ക് അസുഖമോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളുടെ ആയുസ് കുറഞ്ഞ പോലെ തന്നെയാണ്. ഇനി ആണ് ഉയർന്ന രക്തസമ്മർദ്ദം. ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ, BP എന്നെല്ലാം പറയുന്ന അസുഖത്തിന്
പലപ്പോഴും നമ്മൾ അറിയാതെ പോകും. ചികിത്സ എടുക്കാതെ മരുന്നെടുക്കാതെ വർഷങ്ങൾ നഷ്ടപ്പെടും. എന്നിട്ടായിരിക്കും അതിന്റെ പ്രശ്നങ്ങൾ കാരണമായിരിക്കും ചിലപ്പോൾ BP കൂടുതലായിരുന്നു കണ്ടുപിടിക്കുക. ഈ BP മിക്കവാറും ഭയങ്കര ഹൈ 200ന്റെ മുകളിലെല്ലാം BP പോയാൽ മാത്രമേ ലക്ഷണങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ലക്ഷണം ഉണ്ടാവില്ല. അപ്പൊ ഇതും ഒരു ലൈഫ് ത്രെട്ടനിങ് അസുഖം തന്നെയാണ്. കണ്ടുപിടിക്കാതെ പോയാൽ നമ്മുടെ ജീവന് തന്നെ അപകടം ഉണ്ടാകുന്ന ഒരു അസുഖം. അപ്പോ നമ്മൾ ആത്യന്തികമായി ഇപ്പൊ സംസാരിച്ചതിന്റെ എല്ലാത്തിന്റെയും കൂടി രത്ന ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസുഖം ഈസ് നോട്ട് ഈക്വൽ ടു ലക്ഷണം. അതായത് അസുഖമുള്ള ആൾക്കാർക്കെല്ലാം ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ലക്ഷണമുള്ള ആൾക്കാർക്കെല്ലാം ശരിയായ അപകടം പിടിക്കുന്ന അസുഖങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് ജീവന് അപകടം ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ലക്ഷണങ്ങളുള്ള എല്ലാവർക്കും. അതുപോലെ തന്നെ ജീവന് അപകടം ഉണ്ടാക്കുന്ന അസുഖമുള്ള ഒരാൾക്ക് പോലും ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഈ ഒരൊറ്റ പോയിന്റ് മാത്രം എൻ്റെ ഈ ചെറിയ പ്രസന്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ പോലും മതി. ബാക്കിയുള്ളത് നമുക്ക് പടിപടിയായി ഓരോ അസുഖങ്ങളിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഡോക്ടർ കപ്പിൾ എന്ന ചാനലിലൂടെ ഞാനും എൻ്റെ വൈഫ് ഡോക്ടർ ഷാരികയും കൂടി ചേർന്ന് നിങ്ങൾക്ക് പല അസുഖങ്ങളെ പറ്റിയിട്ടും ബ്രോഡായിട്ടുള്ള വിവരങ്ങൾ നൽകുകയും അതുപോലെ സ്പെസിഫിക് ആയിട്ട് എൻ്റെ വിഭാഗമായ എൻഡോക്രൈനോളജിയിലും എൻ്റെ വൈഫിന്റെ വിഭാഗമായ ഒഫ്താൽമോളജിയിലും കൂടുതൽ വിവരങ്ങൾ നൽകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.